വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും എല്ലാം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സ്കൂൾ അധ്യാപികയായ ഇവർ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം വീട്ടുവളപ്പിലും ടെറസിലുമെല്ലാമായി വിളയിച്ചെടുക്കുകയാണ്. എൻ്റെ പേര് രജനി. ഞാൻ കാരക്കുന്ന് AP സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, അധ്യാപികയാണ്. എനിക്ക് കൃഷി വളരെ ഇഷ്ടമാണ്. ഞാനൊരു കൃഷി കുടുംബത്തിൽപ്പെട്ടതാണ്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പം ഇവിടെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിനും വളരെ ഇഷ്ടമാണ്. കൃഷിയും ചെടികളും എല്ലാം ഇഷ്ടമുള്ള ഫാമിലിയിലേക്കാണ് വന്നതും. എൻ്റെ അച്ഛനൊരു കുടിയേറ്റ കർഷകനാണ്. തിരുവല്ലയായിരുന്നു എൻ്റെ അച്ഛൻ്റെ സ്വദേശം. അത് കുടിയേറ്റ കർഷകനായിട്ട് ചെറുപ്പത്തിൽ തന്നെ നാട്ടിലേക്ക് പോകുന്ന ആളാണ്. ഞാനൊരു 14-15 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഈ ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഏരിയയും കുളിമുറിയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇവിടെ ഒരു 20ഓളം ഇനം പച്ചക്കറികൾ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കടകളെ ആശ്രയിക്കാതെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒട്ടും ഒരു തരത്തിലുള്ള രാസ കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ താഴ്ത്തിയാൽ വിരലുകൾ താഴ്ന്നു പോകും. സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് അതാണ് നമ്മളുടെ മണ്ണിൻ്റെ മേന്മയാണ് കൃഷിയുടെയും മികവ്. ഇത് തന്നെ ഈ തക്കാളിയൊക്കെ ഇപ്പം നമ്മൾ കൃഷി ചെയ്തിട്ട് ലാസ്റ്റാണ്, അവസാന ഘട്ടമാണ്. വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി ഇത് ഒഴിവാക്കി നെക്സ്റ്റ് ആക്കാനായിട്ടുണ്ട്. ഇത് അർക്ക സമ്രാട്ടാണിത്. ഈ ഒരു പ്രത്യേക ഷേപ്പിൽ കാണുന്നത് അർക്ക സമ്രാട്ടാണിത്. ഇത് അർക്ക രക്ഷക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പൊതുവെ ഇത് ഞാനിവിടെ ഇല്ലായിരുന്നു കുറച്ചാൾ, അതുകൊണ്ട് അത് തക്കാളിയൊക്കെ ഒന്ന് ഒടിഞ്ഞു, ആളെ ഏൽപ്പിച്ച് പോയതാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, നിറയെ കൊലകൊലയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ബാക്ടീരിയൽ വാട്ടം ഇല്ല എന്നുള്ളത്. എനിക്കൊരു വലിയ പ്രശ്നം ബാക്ടീരിയൽ വാട്ടം തോന്നിയിരുന്നു. അത് ഇല്ല എന്നുള്ളതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ്. സുഡാമോണസൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചാൽ ബാക്ടീരിയൽ വാട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്കിലും എന്താ പറയുക, പൂർണ്ണമായിട്ടും ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ വെണ്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഞങ്ങൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ഇതിൻ്റെ കുറ്റി കണ്ടോ മുറിച്ച് കളഞ്ഞതാണ്. തണ്ട് മുറിച്ച് കളഞ്ഞ് പ്രൂൺ ചെയ്തതാണ്. പ്രൂൺ ചെയ്തതിന് ശേഷം രണ്ടാമതുണ്ടായ വിളവാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം ഒരുപാട് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ആനക്കൊമ്പൻ്റെ വലിയൊരു പ്രത്യേകത, നമുക്കത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായതിനേക്കാൾ ചിനപ്പുകൾ പൊട്ടി നിറയെ കായ്ക്കും. കുറേ കാലം നമ്മൾക്ക് ഈ ഇതിൽ നിന്ന് വിളവെടുപ്പ് സാധ്യമാണ് എന്നുള്ളതാണ്. ഇത് മഴവിൽച്ചോളമാണ്. പൊതുവേ ഇപ്പം ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മഴവിൽച്ചോളം. എൻ്റെ അടുത്ത് ഈ മഴവിൽച്ചോളം എത്തിയിട്ട് ഏതാണ്ട് 5-8 വർഷത്തോളം ആയിട്ടുണ്ട്. കുറേ മുൻപേ ഞാനിത് കളക്ട് ചെയ്തതാണ്. ഇതിൽ പല വർണ്ണങ്ങളിലുള്ള ചോളം ഉണ്ടാവും. ചുവപ്പ്, ബ്ലാക്ക്, അതുപോലെ വൈറ്റ്, നല്ല ഭംഗിയിൽ പല കളറുകൾ കൂടി ചേർന്നൊക്കെ ഉണ്ടാവും. ടേസ്റ്റ് വൈസും ഇത് കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. പാകമാകുന്നതിൻ്റെ മുൻപ്, അതായത് നന്നായി മൂത്ത് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളത് പറിച്ച് പുഴുങ്ങിയാൽ നല്ലൊരു വെണ്ണ പോലെയുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. ഇത് കുക്കുംബർ സ്നോ വൈറ്റ് എന്ന് പറയുന്നതിനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കായ്ക്കും. ഓരോ മുട്ടിന് കായ ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ നിറയെ കായ്ക്കുന്ന ഒരു ഇനമാണ് സ്നോ വൈറ്റ്. കാണാനും മനോഹരമാണ്. ഇതും ഈ പറയുന്ന പോലെ ഒരു 2 എണ്ണം ആയിക്കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് മേലെ വലുപ്പം ഉണ്ടാവും. ഞാൻ സാധാരണ ചെയ്യുന്നത് കുക്കുംബർ ഒന്ന് സ്നോ വൈറ്റും ഒന്ന് KPCH 1 KPCH 1 ശരിക്കും ഇതിനേക്കാൾ ടേസ്റ്റിയാണ്. അതൊരു കിയാറിൻ്റെ മാതിരിയാണ്, പച്ച നിറത്തിൽ കുഞ്ഞായിട്ട് കിയാറെന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് KPCH 1. അതും നിറയെ കായ്ക്കും, രുചി കൂടുതലുമാണ്, ഇതിനേക്കാൾ രുചിയുമുണ്ട്. ഇത് ശീതകാല പച്ചക്കറിയിൽപ്പെട്ട ക്യാബേജിനാണ്. സാധാരണ ഞാൻ ഇതിലേറെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് തൈയുടെ ലഭ്യത കുറവുണ്ടായിരുന്നു. ഈ മഴ നിൽക്കാതെ പെയ്തതൊക്കെ പ്രശ്നമായി. അതേപോലെ ഇത് കോളിഫ്ലവർ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ മഞ്ഞ് നമുക്ക് വലിയ ഉപകാരമായി. ഇപ്രാവശ്യം മഞ്ഞ് വന്നതുകൊണ്ട് കുറച്ചും കൂടെ നല്ല മികവാർന്നതും വെയിറ്റ് തൂക്കം കൂടുതലുള്ളതുമായ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുമ്പം എണ്ണം കുറഞ്ഞാലും പരമാവധി ഗുണത്തിൽ, നിറത്തിലും വലുപ്പത്തിലും രുചിയിലും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് നമ്മൾ ജൈവവസ്തുക്കൾ ഉപയോഗിക്കുന്നതനുസരിച്ച് മണ്ണിലെ മൈക്രോബുകളുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. നമ്മളുടെ കാബേജ് വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുകയാണ്. കൃത്യമായ നല്ലൊരു കാലാവസ്ഥയും എല്ലാം ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ കാബേജ് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പ്രതീക്ഷ 1 കിലോയ്ക്കടുത്ത് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി വേറെ പ്രത്യേകത, നമ്മളിപ്പോൾ ഈ കളഞ്ഞ ഇനി ഈ കാബേജിൻ്റെ ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിനൊന്നിനും നമ്മൾ കളയുന്നില്ല. കാരണം നമ്മൾ നല്ല വളപ്രയോഗം നടത്തി ഉണ്ടാക്കിയ ആൾക്കാരാണ്. ചെടിക്ക് വളരാനുള്ള ഒരുപാട് മൂലകങ്ങൾ ഈ ഇലകളിലും വേരുകളിലും ഉണ്ട്. ഇതിൻ്റെ എക്സുഡേഷൻസ് ഇതെല്ലാം ഉണ്ടാവും. ഈ വേര് കളയല്ല, ഈ മണ്ണിൽ തന്നെ കട്ട് ചെയ്തിടുക ചെയ്യുക. ഇതെല്ലാം എടുത്ത് കമ്പോസ്റ്റിലേക്കാണ് നമ്മളിനി ഇടുക. വിളവ് എടുപ്പ് കഴിഞ്ഞാൽ സസ്യത്തിനെ കമ്പോസ്റ്റിലേക്ക് ഉപയോഗപ്പെടുത്തും.
ഇത് നമുക്കൊന്ന് വെയിറ്റ് നോക്കാം. പറഞ്ഞ പോലെ 948 1 കിലോയ്ക്ക് അടുത്തുണ്ട്. നമ്മൾക്ക് ഏതൊരു കൃഷി നടത്തുകയാണെങ്കിലും മണ്ണിലേക്ക് നമുക്ക് എന്തെങ്കിലും നടണമെങ്കിൽ ആദ്യം മണ്ണ് നന്നായിരിക്കണം. മണ്ണ് തന്നെയാണ് പൊന്ന് എന്ന് പറയുന്നത്. കാരണം മണ്ണ് അത്രയും മികവാർന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കീടങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന്, അതുപോലെ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ജീവജാലങ്ങൾ, ബാക്ടീരിയകൾ, ഇതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ഏറ്റവും നല്ലത് മണ്ണാണ്. മണ്ണ് നന്നാകുക, നല്ല വായുസഞ്ചാരമുള്ള മണ്ണാവുക. ആ മണ്ണിൽ എത്രത്തോളം ജൈവവസ്തുക്കൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ ബ്രിക്സ് വർദ്ധിപ്പിക്കുക. ബ്രിക്സ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂട്ടുക, ആ തോത്. ഇതിലിപ്പോൾ തന്നെ നോക്കൂ, ഇത് ഈ ജൈവ വളം മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കണ്ടോ ഈ അട്ട പോലത്തെ ഈ ജീവികൾ ഇതിന് ഉപകാരപ്രദമാണ്. ഇത് മണ്ണിനെ ഇളക്കി, ഇതിൻ്റെ ഉഴവുകാരെന്ന് പറയാം മണ്ണിൻ്റെ. അവർ മണ്ണിനെ ഇളക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ കാഷ്ടമാണ്, ഈ മണ്ണിൻ്റെ കമ്പോസ്റ്റിൻ്റെ അകത്ത് കാണുന്ന പോലെ അതിൻ്റെ കാഷ്ടമാണ് ഈ ഉരുണ്ടുരുണ്ട് മണിമണിയായിട്ട് കണ്ടോ ഇങ്ങനെ കാണുന്നത്, അതിൻ്റെ കാഷ്ടമാണ്. പിന്നെ നമ്മളെ മണ്ണിൻ്റെ പ്രത്യേകത, ഇതാ ഈ ഒരു കമ്പി ഇതിലേക്ക് ഞാൻ താഴ്ത്തുകയാണെങ്കിൽ സ്മൂത്തായിട്ട് പോകും. എവിടെയും കട്ട പിടിച്ച മണ്ണല്ല. അതാ എയർ സർക്കുലേഷൻ അത്ര ഉണ്ടാകും ഈ മണ്ണിൽ. വളരെ സിമ്പിളാണ്. നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ. ഇനി ഒരു വളപ്രയോഗം ഇങ്ങനെ ഒന്ന് മാന്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത്രയും നല്ലതാണ് ഈ മണ്ണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. മണ്ണ് നന്നായാൽ ചെടി നന്നായി, ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ കീടങ്ങളുടെ ആക്രമണവും കുറയും. ഇത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ തക്കാളിയാണ്, നിറയെ കായ്ച്ച് കിടക്കുകയാണ്. ഈ പൊതുവിൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് പറയുന്നൊരു അഭിപ്രായം, ഞങ്ങൾക്ക് സമയമില്ല, മണ്ണ് എത്ര ചെയ്തിട്ടും കുരടിപ്പും മുരടിപ്പും, ചെടിക്ക് ഒരു ശോഷണം, എന്ത് ചെയ്തിട്ടും നന്നാകുന്നില്ല ചെടി. ഒന്നാമത് മണ്ണ് നന്നാവാത്തതുകൊണ്ടാണ്. ഈ സമയമില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഞാനൊരു അധ്യാപികയാണ്. സ്കൂളിലെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുവാനുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ എനിക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ അടുത്താണ്. അതുകൊണ്ട് എനിക്ക് ആ ടൈം ആകുമ്പോഴേക്ക് പോയാൽ മതി എന്നുള്ളൊരു മെച്ചമുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിപാലനം കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ഒരു ബാക്ക് ബോണായിട്ട് ഹസ്ബൻഡ് എൻ്റെ ഒപ്പം ഉണ്ട്. നനയ്ക്കലിനൊക്കെ എല്ലാത്തിനും സഹായിക്കാറുണ്ട്. ഞാൻ ഐഡിയാസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും ഹെൽപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ഉണ്ട്. സമയമില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, സമയമില്ലാത്തതിന് പകരം മണ്ണ് നന്നാക്കുക. പിന്നെ നമുക്ക് സമയം താനേ വരുന്നുള്ളതാണ്. മണ്ണ് നന്നാക്കിയാൽ കീടങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങൾ. എനിക്ക് തന്നെ അങ്ങനെ വലിയ ഒരു കീടനാശിനികളൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. നമ്മൾ മൈക്രോബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഉപകാരികളായ മൈക്രോബുകളെ മണ്ണിൽ വർദ്ധിപ്പിക്കുക. പിന്നീടുള്ള എല്ലാ മൈക്രോബുകൾ കൊണ്ട് കൊടുത്തോളും ചെടിക്ക് വേരിലേക്ക്. അതാണ് ഈ ഗ്രോ ബാഗ് കൃഷിക്കായാലും അത് കുറച്ചും കൂടെ ഫലപ്രദമാകുന്നത് നമ്മൾ നിലത്ത് സാധാരണ പോലെ കൃഷി ചെയ്യുമ്പോഴാണ്. അത് തടയൊക്കെ ഇട്ട് അതിലേക്ക് ഈ മൈക്രോബുകളെ നിറയ്ക്കുന്ന തരത്തിൽ ജൈവവസ്തുക്കളും കമ്പോസ്റ്റും നിറച്ച് നടുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ പരിസരവും ആ എൻവയോൺമെൻറ്റും കൂടി നമ്മൾ നന്നാക്കുകയാണ് നമ്മൾ ഈ ജീവജാലങ്ങളെ ഇതിലേക്ക് നല്ല രീതിയിൽ നിറയ്ക്കുമ്പോൾ. അത് നമ്മളെ ചെടിക്ക് ഉപകാരമാണ്. സമയമില്ല എന്നുള്ള ആ ഒരു പരാതി നമുക്ക് നിൽക്കുകയും ചെയ്യും. നിസ്സാരമാണ് സ്ഥലം. എനിക്കിപ്പോൾ ഈ കുളിമുറിയുടെ മുകളിലും എൻ്റെ വർക്ക് ഏരിയ, ഞാൻ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് താഴെ നിലത്ത് മുഴുവൻ ഫ്രൂട്ട് പ്ലാന്റ്സ് നിറഞ്ഞു. ഇനി എനിക്ക് അതിനുള്ള സ്ഥലം കുറവാണ്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് വാർത്തു. ആസ്പെറ്റോസ് ആയിരുന്നു, ഷീറ്റായിരുന്നു, അലുമിനിയം ഷീറ്റായിരുന്നു. അത് മാറ്റിയിട്ട് ഞാനിവിടെ വാർത്ത് പച്ചക്കറിയെ ഇങ്ങോട്ടാക്കി ഫ്രൂട്ട് പ്ലാന്റ്സിനെ നിലത്തേക്കുമാക്കി. അപ്പോൾ ഈ കുറഞ്ഞ സ്ഥലത്ത് ഞാൻ 20ഓളം പച്ചക്കറി ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. എല്ലാ ഇനങ്ങളും എൻ്റെ ആവശ്യത്തിനുള്ളത്. ഇലക്കറികളുണ്ട്. ഇലക്കറികൾ വൈവിധ്യമാർന്ന പൊന്നാങ്കണ്ണി ചീരയുണ്ട്, പാലക്കുണ്ട്, റെഡ് ബ്ലാത്തങ്കരയുണ്ട്, പിന്നെ മയിൽപ്പീലി ചീര, സുന്ദരി ചീര, ഇതെല്ലാം ഞാനിവിടെ അത് ആവുന്നേ ഉള്ളൂ, വിത്ത് പാകിയിട്ടില്ല. ബ്ലാത്തങ്കരയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പാലക്കുണ്ട് ഇവിടെ. ഇങ്ങനെ എല്ലാ തരത്തിലും 20ഓളം പച്ചക്കറികൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ധാരാളമുണ്ട്. ബാക്കി സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയമില്ല എന്നുള്ള പരാതി ആരും പറയേണ്ട. ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം, ഒന്നും പെട്ടെന്ന് സാധ്യമല്ല. 1-2 വർഷം ജൈവ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യൂ. തീർച്ചയായും പിന്നീട് അങ്ങോട്ട് മൈക്രോബുകൾ ഏറ്റെടുത്തോളും നമ്മളുടെ പണി കൂടി. ഓക്കെ, അതാണ്. പച്ചക്കറികൾക്കൊപ്പം ധാരാളം പഴവർഗ്ഗ ചെടികളും ടീച്ചർ വളർത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2-2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ നട്ടിട്ട്. ഞാൻ വാങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം വലുതായ തൈയാണ് വാങ്ങി വെച്ചത്. പിന്നെ ഒരുപാട് കാത്തിരിപ്പിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മളുടെ വളപ്രയോഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിറയെ കായ്ക്കുന്നത് അമ്പഴങ്ങ. ഇതൊക്കെ ഇപ്പം വിളവെടുപ്പിനായി നിൽക്കുന്നതാണ്. ഇവിടെയൊക്കെ പുതിയത് വീണ്ടും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ അമ്പഴങ്ങയ്ക്ക് പിന്നെ പുളി കുറവുള്ള ടൈപ്പാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗത്തിൻ്റെ മികവാണ്. ഇതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഇതിനകത്ത് ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഒന്നിലും ചേർക്കാറില്ല ഈ രാസവളങ്ങളൊന്നും. ഫുള്ള് ജൈവവളങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചെറുനാരങ്ങയാണ്. കൊലയായിട്ട് ഇതിപ്പോൾ ഒരു കൊലയിൽ 4-5 ഒക്കെ ഉണ്ടാവാറുണ്ട്. സീഡ്ലെസ് ആണ്.
ഇത് നിറയെ പിടിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ്. ഇപ്പോൾ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് VNR എന്ന ഇനത്തിൽപ്പെട്ട പേരയ്ക്കയാണ്. ഇതിലേറെ വലുപ്പം വയ്ക്കും. ഇതിപ്പോൾ ലാസ്റ്റ് ഉണ്ടായൊരു കായാണ്. ഇതൊന്ന് പ്രൂൺ ചെയ്യേണ്ട സമയം വൈകിയിട്ടുണ്ട്, കുറച്ച് ഉയരം കൂടി. ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിനെ നമ്മൾ ഉയരത്തിൽ വിടരുത്. അത് നമ്മളുടെ കയ്യിൽ നിന്നുകൊണ്ട് നമുക്ക് പരിപാലിക്കാനും കായകൾ പറിക്കാനും പാകത്തിന് തന്നെ നിർത്തണം. ഇതിപ്പം പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് അടുത്ത കായൊക്കെ ആയി തുടങ്ങി. ഇതൊന്ന് പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇത് സ്ട്രോബെറി പേര. ഈ പേരയുടെ പ്രത്യേകത സ്ട്രോബെറി പേര യെല്ലോയാണ്, നല്ല മധുരമാണ്, നിറയെ ഇങ്ങനെ കായ്ക്കും. അവിടെയൊക്കെ കണ്ടില്ല, നിറയെ കായ്ക്കും. ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ മധുരമുള്ളതാണ്, മഞ്ഞ നിറമാണ്. ഇതിൻ്റെ തന്നെ റെഡ് ഉണ്ട്, അത് നമുക്ക് താഴെ പറമ്പിൽ നമ്മൾ നട്ടിട്ടുണ്ട്. രണ്ടും നല്ലൊരു ഇനമാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ഇനം തന്നെയാണ്. കുട്ടികളുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് സ്ട്രോബെറി പേര. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും ഒക്കെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള തുടക്കമാണ്. എനിക്ക് കമ്പോസ്റ്റിനുള്ള വലിയ നിർമ്മാണ യൂണിറ്റ് ഇല്ല. അത് ഞാൻ കൃഷിഭവൻ്റെ സഹായത്തോടെ ഇപ്പം ഉടനെ ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ വലിയൊരു ഷീറ്റ് ആദ്യം നിരത്തും. അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇനോക്കുലം ചെയ്ത ചകിരിച്ചോറ് വാങ്ങിയിട്ട്, അത് പരിശുദ്ധ ഭവനിൽ നിന്ന് കിട്ടും, അതാണ് ഞാൻ ഉപയോഗിക്കൽ. അത് നിരത്തും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെല്ലാം ചെടിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം, കോഴിക്കാഷ്ടം, ആട്ടുംകാഷ്ടം, ഈർച്ചപ്പൊടി, പിന്നെ ഇത് ബ്രൗൺ ആൻഡ് ഗ്രീൻ ഉണങ്ങിയതും പച്ചയുമായ ഈ പച്ചിലകൾ, ചീമക്കൊന്ന, എല്ലുപൊടി, കുറച്ച് പിന്നെ എന്താ പറയുക എപ്സം, അതേപോലെ ജിപ്സോ നല്ലതാണ്. പിന്നെ കുമ്മായം ഉപയോഗിക്കാറില്ല ഇതിൽ. അതിന് പകരം നമുക്ക് വേറെ ഡോളോമൈറ്റ്, അതിൻ്റെ കുറച്ച് പൊടി, ഇതൊക്കെ ഉപയോഗിക്കും. ഒരു ലെയർ ഇതിടുന്നു, അതിൻ്റെ മുകളിൽ ഇനോക്കുലം വീണ്ടും ഇടുന്നു, വീണ്ടും ഇതിടുന്നു. അങ്ങനെ നല്ല ഒരു കൂമ്പാരമാക്കി മാറ്റുന്നു, കമ്പോസ്റ്റ് കൂനയാക്കുന്നു. ചെടിക്കിടാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും, ചാണകപ്പൊടി ആയാലും കോഴിക്കാഷ്ടായാലും എന്തെല്ലാം നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്നോ, എല്ലുപൊടി എല്ലാം ഇതിലേക്ക് ഇട്ടുകൊണ്ട്, പിന്നെ ഇതാണ് നമ്മളുടെ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ചകിരിച്ചോറും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് 2-3 ചാക്ക് ഇടും. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം കമ്പോസ്റ്റായി കിട്ടും. കമ്പോസ്റ്റ് അല്ലാത്ത ചകിരിച്ചോറിൽ ലിഗ്നിനും ടാനിൻ അങ്ങനെയൊക്കെയുള്ള രാസവസ്തുക്കളുണ്ട്. അത് ചെടിയെ നശിപ്പിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോക്ക് കട്ടകളൊക്കെ അതിൽ രാസവസ്തുക്കളുടെ ലിഗ്നിനൊക്കെ അടങ്ങിയതായതുകൊണ്ട് നമ്മൾ കഴുകി വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കുമ്മായത്തിട്ട്. അപ്പോൾ ഇത് നേരിട്ട് കമ്പോസ്റ്റിലിട്ട് കമ്പോസ്റ്റ് ചെയ്ത ശേഷമാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കമ്പോസ്റ്റായിട്ട് മാറുമ്പോൾ കമ്പോസ്റ്റാക്കി ചാക്കിൽ കെട്ടി വെക്കുന്നു. അടുത്തതിനേക്കുള്ളത് നമ്മൾ റെഡിയാക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ കൃഷി തന്നെ തുടങ്ങുള്ളൂ. കൃഷി തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ അടുത്ത് കമ്പോസ്റ്റ് ഉണ്ടാവണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതോടൊപ്പം വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടവും ടീച്ചർ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇനത്തിലുള്ള നിരവധി പൂച്ചെടികളുടെ വലിയ ശേഖരമാണ് ഈ വീട്ടുമുറ്റത്തുള്ളത്. ടീച്ചറുടെ കാർഷിക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾക്കായി ഇനിയും ഹരിത കേരള ന്യൂസ് സന്ദർശിക്കുക.